ഡ്രൈവിംഗ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട് മോട്ടോർ വാഹന വകുപ്പ് നിർദ്ദേശിച്ച പരിഷ്കാരങ്ങൾ സംസ്ഥാനത്തെ ഡ്രൈവിംഗ് പരിശീലന കേന്ദ്രങ്ങളുടെ പ്രവർത്തനം പ്രതിസന്ധിയിലാക്കുന്നു. പരിഷ്കാരങ്ങളുടെ ഭാഗമായി മെയ് മാസത്തിൽ ഡ്രൈവിംഗ് ടെസ്റ്റിനായി ബുക്ക് ചെയ്തിരുന്ന സ്ലോട്ടുകൾ മോട്ടോർ വാഹന വകുപ്പ് കഴിഞ്ഞ ദിവസം റദ്ദാക്കിയതും പുതിയ ബുക്കിംഗുകൾക്ക് ഒരു മാസത്തിലധികം കാലതാമസമുണ്ടാകുന്നതുമാണ് പരീക്ഷാർത്ഥികൾക്കൊപ്പം ഡ്രൈവിംഗ് പരിശീലകരെയും വലയ്ക്കുന്നത്. അന്യസംസ്ഥാനങ്ങളിൽ പ്രൊഫഷണൽ കോഴ്സുകൾക്ക് പോകേണ്ടവരുൾപ്പെടെ മധ്യവേനൽ അവധിക്കാലത്താണ് ഡ്രൈവിംഗ് പരിശീലനം നടത്തുന്നത്. ഈ ലക്ഷ്യത്തോടെ മാസങ്ങൾക്ക് മുമ്പേ സ്ലോട്ട് ബുക്ക് ചെയ്ത 70ഓളം പേരുടെ ബുക്കിംഗാണ് കഴിഞ്ഞ ദിവസം മോട്ടോർ വാഹന വകുപ്പ് റദ്ദാക്കിയത്. മെയ് 1 മുതൽ 30 പേർക്ക് മാത്രം ടെസ്റ്റ് നടത്തിയാൽ മതിയെന്ന നിർദ്ദേശം വന്നതോടെ മധ്യവേനലിൽ ഡ്രൈവിംഗ് പരിശീലനത്തിനെത്തുന്നവരിൽ പലരും ലേണേഴ്സിന് പോലും അപേക്ഷിക്കാതെ മടങ്ങിപ്പോകുന്ന സ്ഥിതിയാണുള്ളത്. 50 പേരെത്തിയിരുന്നിടത്ത് ആരുമില്ല ഇപ്പോൾ. ഓരോ ഡ്രൈവിംഗ് സ്കൂളിലും കുറഞ്ഞത് 50 പേർ ഡ്രൈവിംഗ് പരിശീലനത്തിനെത്തിയിരുന്ന മധ്യവേനൽക്കാലത്ത് ഈ സീസണിൽ മിക്ക സ്കൂളുകളിലും ഒരാൾ പോലും പരിശീലനത്തിന് ചേർന്നിട്ടില്ല. പരിശീലനത്തിന് മുന്നോടിയായി ലേണേഴ്സ് എടുക്കാൻ ശ്രമിക്കുമ്പോൾ 45 ദിവസത്തിന് ശേഷമുള്ള സ്ലോട്ടുകളാണ് ബുക്കിംഗിന് ലഭിക്കുന്നത്. ഇതോടെ പഠിതാക്കൾ മടങ്ങും. മധ്യവേനൽ സീസണിൽ പഠിതാക്കളില്ലാതെ വാഹനങ്ങൾ അകത്ത് കയറ്റിയിടുകയും സ്കൂളുകൾ അടച്ചുപൂട്ടുകയും ചെയ്യേണ്ട സ്ഥിതിയാണെന്ന് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും പരിശീലകരും പറയുന്നു. 1 ലക്ഷം രൂപ വിലയുള്ള വാഹനം പോലും സ്വന്തമായി വാങ്ങാൻ നിവൃത്തിയില്ലാത്തവരാണ് ഡ്രൈവിംഗ് സ്കൂളുകാരിൽ ഭൂരിഭാഗവും. 2.5 ഏക്കറോളം സ്ഥലവും 15 വർഷത്തിൽ താഴെയുള്ള വാഹനങ്ങളിൽ GPS-ഉം CCTV ക്യാമറയും ഉണ്ടെങ്കിലേ ഡ്രൈവിംഗ് പരിശീലനം നടത്താനാകൂവെന്നാണ് പുതിയ നിബന്ധന. മിക്ക ഡ്രൈവിംഗ് സ്കൂളുകാരുടെയും വാഹനങ്ങൾ 15 വർഷം പഴക്കമുള്ളതാണ്. ഡാഷ്ബോർഡിൽ ക്യാമറയും GPS-ഉം സ്ഥാപിക്കാൻ കുറഞ്ഞത് 1/2 ലക്ഷം രൂപ വേണം. പുതിയ പരിഷ്കാരം ഒരു തൊഴിൽ മേഖലയെ കൂടി പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ്. ഒരു ദിവസം നിരവധി പേർക്ക് ടെസ്റ്റ് നടത്താൻ അവസരമുണ്ടായാലേ പ്രശ്നം പരിഹരിക്കാനാകൂ. ജനവിരുദ്ധമായ നടപടികൾ പിൻവലിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും സജീവ് റോയൽ ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് സമിതി പറയുകയും ചെയ്തു. എന്നാൽ മെയ് 1 മുതൽ ഗതാഗത മന്ത്രി പറഞ്ഞിരുന്ന പുത്തൻ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരങ്ങൾ നടപ്പിലാകുമെന്ന കാര്യത്തിൽ ഇപ്പോൾ സംശയമാണ് നിലനിൽക്കുന്നത്. പുതിയ ടെസ്റ്റിംഗ് ഗ്രൗണ്ടിലുള്ള നടപടികളൊന്നും ഇതുവരെ സജ്ജമായിട്ടുമില്ല. എന്നാൽ ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മോട്ടോർ വാഹന വകുപ്പിന്റെ 8 ഓട്ടോമേറ്റഡ് ടെസ്റ്റിംഗ് ട്രാക്കുകളും മന്ത്രി നിഷ്കർഷിക്കുന്ന രീതിയിലേക്ക് മാറ്റാനും സാധിച്ചിട്ടില്ല എന്നതുകൊണ്ട് തന്നെ പുത്തൻ പരിഷ്കാരങ്ങൾ നടപ്പിലാവാൻ കാലതാമസമെടുക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ട്രാക്കുകളും സ്ഥലമേറ്റെടുക്കലിന്റെയും ഏറ്റവും വലിയ വിലങ്ങുതടിയായി പറയുന്നത് ധനകാര്യ വകുപ്പിൽ നിന്ന് പണം ലഭിച്ചിട്ടില്ല എന്നതാണ്. KSRTCയുടെ സ്ഥലത്ത് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ തീരുമാനിച്ചെങ്കിലും അതും പരാജയപ്പെടുകയായിരുന്നു. പരിഷ്കരണത്തിനെതിരെ ഡ്രൈവിംഗ് സ്കൂളുകാരുടെ സംഘടന കോടതിയെ സമീപിച്ചിട്ടുമുണ്ട്. ഡ്രൈവിംഗ് ടെസ്റ്റിനുള്ള വാഹനങ്ങളിൽ കൃത്യമായ ക്യാമറകൾ ഘടിപ്പിക്കണം. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് സ്കൂളുകളുടെ വാഹനങ്ങളിലൊന്ന് മിക്കവാറും ടെസ്റ്റ് നടത്തുന്നത് ഇത്തരം ടെസ്റ്റുകളിൽ ഉദ്യോഗസ്ഥർ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആപ്ലിക്കന്റുകളോട് രൂക്ഷമായി സംസാരിക്കുകയും ശകാരിക്കുകയും ചെയ്യുന്നുവെന്ന് പലവിധ പരാതികളും വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഉയർന്നിട്ടുമുണ്ട്. ഗിയറുള്ള മോട്ടോർ സൈക്കിൾ ഭാഗത്തിൽ ലൈസൻസിന് കാലുകൊണ്ട് ക്ലച്ച് നിയന്ത്രിക്കുന്ന വാഹനമായിരിക്കണം ഇനി മുതൽ ഓടിക്കേണ്ടത്. കയ്യിൽ ക്ലച്ച് നിയന്ത്രിക്കുന്ന വാഹനം ഓടിച്ച് പഠിക്കുന്നവർ ലൈസൻസ് ലഭിച്ചതിനു ശേഷം കാലുകൊണ്ട് ഗിയർ മാറ്റുന്ന വാഹനം ഓടിക്കുമ്പോൾ അപകടമുണ്ടാകുന്നു എന്നാണ് വകുപ്പിന്റെ കണ്ടെത്തൽ. അതുപോലെ തന്നെ 4 വീലർ ഓടിക്കുന്നതിനുള്ള ലൈസൻസ് ടെസ്റ്റിന് ഓട്ടോമാറ്റിക് ഗിയർ ട്രാൻസ്മിഷനുള്ള വാഹനങ്ങളെയും ഇലക്ട്രിക് വാഹനങ്ങളെയും ഒഴിവാക്കാനും തീരുമാനമായിരിക്കുകയാണ്. ഇതിനെല്ലാം പുറമെ ഡ്രൈവിംഗ് സ്കൂളുകൾ ഡ്രൈവിംഗ് പരിശീലനത്തിന് ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെ കാലപ്പഴക്കം 15 വർഷമായി നിജപ്പെടുത്തുമെന്നാണ് വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. പഴയ വാഹനങ്ങളിൽ സുരക്ഷാ സംവിധാനങ്ങളോ ആധുനിക സാങ്കേതിക വിദ്യകളില്ലാത്തതുകൊണ്ടാണ് മാറ്റം. ഡ്രൈവിംഗ് ടെസ്റ്റിന് ഉപയോഗിക്കുന്ന ലൈറ്റ് മോട്ടോർ വാഹനങ്ങളിൽ ടെസ്റ്റ് റെക്കോർഡ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ ഡാഷ്ബോർഡ് ക്യാമറയും വെഹിക്കിൾ ലൊക്കേഷൻ ട്രാക്കിംഗ് ഡിവൈസും ഘടിപ്പിക്കാനും മോട്ടോർ വാഹന വകുപ്പിന്റെ നിർദ്ദേശത്തിലുണ്ട്. ഒരു അപകടത്തിൽ ലൈസൻസ് സസ്പെൻഡ് ചെയ്താലും ഈ കാലാവധി കഴിഞ്ഞ് പിന്നീട് ആ വ്യക്തി നിരത്തുകളിലേക്ക് ഇറങ്ങുമ്പോഴും നിയമങ്ങൾ അപ്പാടെ പാലിക്കണമെന്നില്ല. അതിനാൽ തന്നെ ലൈസൻസ് എടുക്കുന്നതിന് മുമ്പ് തന്നെ ചില കാര്യങ്ങളിൽ കർശനമായ അവബോധം സൃഷ്ടിക്കണം. ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്ന ഒരു വ്യക്തിക്ക് വൃത്തിയായി വാഹനം ഓടിക്കാൻ അറിഞ്ഞിരിക്കണം. ഇന്ത്യയിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റൊരു സംസ്ഥാനത്തേക്ക് മാറ്റുന്നതിന് സാധാരണയായി ചില ഘട്ടങ്ങൾ പാലിക്കുകയും അതിനാവശ്യമായ രേഖകൾ നൽകുകയും വേണം. നിർദ്ദിഷ്ട സംസ്ഥാനത്തെയും ഡ്രൈവിംഗ് ലൈസൻസിന്റെ തരത്തെയും ആശ്രയിച്ച് കൃത്യമായ പ്രക്രിയ അല്പം വ്യത്യാസപ്പെടാം. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.